ആസ്തികളിൽ വൻ വർധനയുമായാണ് പ്രമുഖ മലയാളി വ്യവസായികൾ ഫോബ്സ് മാസികയുടെ അതിസമ്പന്നരുടെ പട്ടികയിൽ മുന്നിലെത്തിയത്. ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം.എ. യൂസഫ് അലിയുടെ കഴിഞ്ഞ വർഷത്തെ ആസ്തി 5.4 ബില്യൺ ഡോളറായിരുന്നു. ഇക്കൊല്ലം 7.1 ബില്യൺ ഡോളറുമായി ഇന്ത്യക്കാരുടെ പട്ടികയിൽ 35-ാം സ്ഥാനത്തു നിന്നും അദ്ദേഹം 7-ാമതെത്തി. അതിസമ്പന്ന മലയാളികളിൽ ഒന്നാമനാണ് എം.എ. യൂസഫ് അലി. 255 ഹൈപ്പർ മാർക്കറ്റുകളും ഷോപ്പിംഗ് മാളുകളും ഹോട്ടൽ ശൃംഖലയടക്കമുള്ള വ്യാപാര ലോകവുമുണ്ട് എം.എ. യൂസഫ് അലിക്ക്. ജോയി ആലുക്കാസ് ഗ്രൂപ്പ് ചെയർമാൻ ജോയി ആലുക്കാസ് ആണ് ശതകോടീശ്വരന്മാരായ മലയാളികളിൽ രണ്ടാമൻ. അദ്ദേഹത്തിന്റെ ആസ്തി 3.1 ബില്യൺ ഡോളറിൽ നിന്നും 4.4 ബില്യൺ ഡോളറായി. ഇതോടെ അതിസമ്പന്നരായ ഇന്ത്യക്കാരുടെ പട്ടികയിൽ 69-ാം സ്ഥാനത്തു നിന്നും ജോയി ആലുക്കാസ് 50-ാമതെത്തി. UAE ആസ്ഥാനമായ ബുർജിൽ ഹോൾഡിംഗ്സിന്റെ സ്ഥാപകനും ചെയർമാനുമായ ഡോക്ടർ ഷംസീർ വയലിൽ 3.7 ബില്യൺ ഡോളർ ആസ്തിയോടെ മലയാളികളുടെ പട്ടികയിൽ മൂന്നാമനായി. ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നനായ ഡോക്ടർ കൂടിയാണ് ഷംസീർ വയലിൽ. കേരളത്തിൽ നിന്നും 6 വ്യവസായികളാണ് അതിസമ്പന്നരുടെ പട്ടികയിലുള്ളത്. മുത്തൂറ്റ് കുടുംബം, ഇൻഫോസിസ് സഹസ്ഥാപകൻ ക്രിസ് ഗോപാലകൃഷ്ണൻ, RP ഗ്രൂപ്പ് ചെയർമാൻ രവി പിള്ള, ജെംസ് ഗ്രൂപ്പ് മേധാവി സണ്ണി വർക്കി എന്നിവരാണ് ഫോബ്സിന്റെ ഇന്ത്യ സമ്പന്ന പട്ടികയിൽ ഇടം നേടിയ മറ്റ് മലയാളികൾ. റിലയൻസ് ഗ്രൂപ്പ് ഉടമ മുകേഷ് അംബാനിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്നൻ. അദാനി ഗ്രൂപ്പ് ഉടമ ഗൗതം അദാനി 2-ാം സ്ഥാനത്താണ്. മാതൃഭൂമി ന്യൂസ്, ദുബായ്.